ഹെവൻലി മെലഡീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ കുറച്ച് പ്രത്യേകതയുണ്ട്. പാട്ടുകളെല്ലാം മാതാവിൻ്റെ പാട്ടുകളാണ്. ആ പാട്ടുകളെല്ലാം പാടുന്നത് അനുഗ്രഹീത ഗായികയായ സിസ്റ്റർ ആശ DST ആണ്. ഏറ്റവും സ്നേഹത്തോടു കൂടി സിസ്റ്ററിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു അച്ഛാ. സിസ്റ്ററെ സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു അച്ഛാ. സിസ്റ്റർ, ഈ ഒരു മാതാവിൻ്റെ പാട്ട് തന്നെ സെലക്ട് ചെയ്യാനായിട്ടുള്ള കാരണം എന്തെങ്കിലും ഉണ്ടോ? ഈ ഒരു പ്രോഗ്രാമിലേക്ക് എനിക്കൊരു വിളി വന്നപ്പോൾ ഞാൻ എപ്പോഴും കുർബാനയ്ക്ക് പാടുമ്പോഴാണെങ്കിലും അല്ലെങ്കിലും സാധാ എന്തെങ്കിലും ഫംഗ്ഷന് പാടുമ്പോഴാണെങ്കിൽ പോലും എനിക്കൊരു ശീലമുണ്ട്. ഈശോയോട് ചോദിക്കും ഏത് പാട്ടാണ് പാടേണ്ടത്, ഈശോയ്ക്ക് ഇഷ്ടമുള്ള പാട്ട്. അതായത് കേൾക്കുമ്പോൾ ഈശോയോടൊരു സ്നേഹം മറ്റുള്ളവർക്ക് തോന്നാൻ പറ്റുന്ന പാട്ടുകൾ എനിക്ക് സെലക്ട് ചെയ്ത് തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല, വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ സെലക്ട് ചെയ്ത് വന്നപ്പം എനിക്ക് കേട്ടപ്പോൾ അഭിഷേകം ഉണ്ട് എന്ന് തോന്നിയ ഒരു പാട്ടുകളെല്ലാം എടുത്തു കഴിഞ്ഞപ്പം അതെല്ലാം മാതാവിൻ്റെ 3 പാട്ടും മാതാവിൻ്റെ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഏതൊരു ജീവിതത്തിൻ്റെ ഏതൊരു മേഖല, ഏതൊരു പ്രശ്നങ്ങളാണെങ്കിലും പ്രതിസന്ധികളാണെങ്കിലും ഏതൊരു കാര്യത്തിന് പോകുമ്പോഴാണെങ്കിലും ഒരു നന്മ നിറഞ്ഞ മറിയമേക്ക് ഭയങ്കര പവറുണ്ടെന്ന് എനിക്ക് ജീവിതത്തിലൂടെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധ അമ്മ തന്നെയായിട്ട് സെലക്ട് ചെയ്ത് തന്നതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു പാട്ട്. തീർച്ചയായും, കാരണം അമ്മയാണല്ലോ നമുക്കെല്ലാം. പരിശുദ്ധ അമ്മയുടെ ഒരു കൃപയാണ് നമുക്കെപ്പോഴും ഉള്ളത്. അപ്പോൾ ആദ്യ പാട്ട് എന്താണ്? മാതാവിൻ്റെ ഏത് പാട്ടാണ് സിസ്റ്ററെ? ഞാൻ ആദ്യം പാടുന്നത് MST സഭാംഗമായ ഫാദർ അശോക് കൊല്ലംകുടി അച്ഛൻ്റെ ആത്മീയതയുടെ ആഴം തേടി എന്ന പാട്ടാണ് ആദ്യം പാടുന്നത്. അച്ഛനാണ് അതിൻ്റെ ലിറിക്സും മ്യൂസിക്കും അച്ഛനാണ്. രണ്ടും അച്ഛനാണ്. പാടിയിരിക്കുന്നത് കെസ്റ്റേട്ടനാണ്. ഓർക്കസ്ട്രേഷൻ പ്രദീപ് ടോം ചേട്ടൻ. അപ്പം വളരെ അഭിഷേകമുള്ളൊരു പാട്ടായിട്ട് എനിക്ക് തോന്നി. പാടിയപ്പോൾ തന്നെ എനിക്ക് കേട്ടപ്പോൾ തന്നെ പിന്നെയും കേൾക്കാൻ തോന്നുന്ന ഒരു ദൈവികതയുള്ള പാട്ടായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ട് അച്ഛൻ്റെ പാട്ടുകളെല്ലാം തന്നെ. അപ്പം ആ ഒരു പാട്ടാണ് പാടുന്നത്. സിസ്റ്ററിൻ്റെ സ്വരത്തിൽ പാട്ട് കേൾക്കാൻ ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്. നമുക്ക് പാട്ട് പാടിയാലോ? തീർച്ചയായും.
നിറഞ്ഞൊരു കന്യേ, സ്ത്രീകളിലേറ്റം ധന്യേ. ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ. നന്മ നിറഞ്ഞൊരു കന്യേ, സ്ത്രീകളിലേറ്റം ധന്യേ. ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ. വളരെ മനോഹരമായിട്ടുള്ള ഗാനം, ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. കൈകൂപ്പി നമുക്ക് മാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കാൻ തോന്നുന്ന ഒരു മനോഹരമായ ഗാനം. അതെ അതെ, തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയോട് ഒത്തിരി ഭക്തി തോന്നിക്കുന്ന അതെ അതെ അതെ. ഒരു മ്യൂസിക് കമ്പോസിഷൻ വളരെ നല്ലതാണ് അശോകച്ചൻ്റെ. സിസ്റ്ററിൻ്റെ സൗണ്ട് വളരെ അഭിഷേകമുള്ളതാണ്. ഇപ്പോൾ സെലക്ട് ചെയ്തപ്പോൾ പരിശുദ്ധ അമ്മ പാടാൻ വേണ്ടി നൽകിയെന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് അമ്മ നൽകിയ ഒരു വലിയൊരു അഭിഷേകം, നല്ല ശബ്ദം സിസ്റ്ററിനുണ്ട്. തീർച്ചയായിട്ടും ഞാൻ എന്നും വിശ്വസിക്കുന്നുണ്ട്, ദൈവം തന്ന ഒരു ശബ്ദമാണ്. ദൈവത്തിനായി തന്നെ പാടണമെന്നാണ് എൻ്റെ ആഗ്രഹം. സിസ്റ്റർ മ്യൂസിക് പാടി തുടങ്ങിയതൊക്കെ ചെറുപ്പം മുതൽ പാടി തുടങ്ങിയതാണോ, അതോ ഇത് ജന്മസിദ്ധമായിട്ടാണോ, പഠിച്ചിട്ടുണ്ടോ? ആ കാര്യങ്ങളെ പറ്റി ഒന്ന് പറയാമോ? സംഗീതം പഠിച്ചിട്ടില്ല. പിന്നെ ചെറുപ്പം മുതൽ പാടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുർബാനയ്ക്ക് ഒക്കെ ആരും ഇല്ലെങ്കിൽ പാടുമായിരുന്നു. എപ്പോഴും മാക്സിമം പാടാതെ പുറകോട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു ചെറുപ്പത്തിൽ. അങ്ങനെ പാട്ടുപാടാ സിസ്റ്റേഴ്സൊക്കെ ഉന്തിത്തള്ളി വിട്ട് കഴിഞ്ഞാൽ പാടുന്ന ഒരാളായിരുന്നു ഞാൻ. അങ്ങനെ ഒരുപാട് പാടിയിട്ടൊന്നുമില്ല. അങ്ങനെ കോമ്പറ്റീഷൻ അങ്ങനെ ഒന്നും അധികം പോയിട്ടില്ല. എങ്കിലും പോയിട്ടുണ്ട്, എന്നാലും സമ്മാനം ഒന്നും കിട്ടിയിട്ടില്ല. അതിൽ വളരെ സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ പാടാൻ ശരിക്കും തുടങ്ങിയത് ഞാൻ മഠത്തിൽ ചേർന്നപ്പിന്നെയാണ്. മഠത്തിൽ ചേർന്ന് കഴിഞ്ഞ് നോഷീറ്റിലൊക്കെ അത്യാവശ്യം പാടുമായിരുന്നു. പാടണമെന്ന് നിർബന്ധമാണ്. ഞങ്ങൾക്ക് കുർബാനയ്ക്ക് കീബോർഡൊക്കെ വെച്ച് എന്നും ആഘോഷമായ കുർബാനയായിരുന്നു. അപ്പോൾ പാടണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ട് അങ്ങനെ പാടി. എങ്കിലും എനിക്ക് പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഹൈപ്പിച്ചൊന്നും പോകുമല്ലായിരുന്നു എനിക്ക്. പിന്നെ എനിക്ക് ശരിക്കും പാടിത്തുടങ്ങിയത് ഉടുപ്പിട്ടതിന് ശേഷം ഞാൻ ആലപ്പുഴ ഇടവകയിൽ, ആലപ്പുഴയിൽ ഒരു ചാത്തനാട് എന്ന ഇടവകയിൽ ചെന്ന് കഴിഞ്ഞ് അവിടെയാണ് ശരിക്കും കീബോർഡൊക്കെ വെച്ച് തന്നെ നിന്ന് പാടാനെന്ന ഒരു പ്രാപ്തിയായത്. പള്ളിക്കൊയറിൽ അവിടെയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെയായിരുന്നു എൻ്റെ ശുശ്രൂഷ. അപ്പോൾ അവിടെയാണ് ശരിക്കും പാടാൻ പഠിച്ചത്. പിന്നെ ഭരണങ്ങാനത്ത് വന്നു കഴിഞ്ഞ് എൻ്റെ ജനറാളമ്മയാണ് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത്. സിസ്റ്റർ സലോമി മുക്കന്തോട്ടം സിസ്റ്ററാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ ഒരു തോമസ് ലിഹായുടെ പാട്ടിറക്കാൻ വേണ്ടിയിട്ട് സിസ്റ്ററാണ് സപ്പോർട്ട് ചെയ്തത്. സിസ്റ്റർ സലോമി കൗൺസിലേഴ്സും ഭരണങ്ങാനം കമ്മ്യൂണിറ്റി മുഴുവനും എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. എനിക്ക് പേടിയായിരുന്നു, എഴുതി ട്യൂൺ ചെയ്യാനൊക്കെ എനിക്ക് പേടിയായിരുന്നു, ശരിയാവുമോ, ഞാൻ സംഗീതം പഠിച്ചിട്ടില്ലല്ലോ. പക്ഷേ സിസ്റ്ററിൻ്റെ ആ ഒരു സപ്പോർട്ടും ആ ഒരു പ്രോത്സാഹനം എല്ലാം കൊണ്ടും എനിക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിന് ശേഷമാണ് ഇത്രയൊക്കെ. ആ പാട്ട് കഴിഞ്ഞതിനിപ്പോൾ ഞാൻ റോബിനച്ചനെ പരിചയപ്പെടുകയും ഇഷ്ടം പാട്ടൊക്കെ പാടാൻ സാധിച്ചത്. അപ്പോൾ എന്നും ഞാൻ നന്ദിയോടെ ഓർക്കുന്ന ഒരാളാണ് സിസ്റ്റർ സലോമി. പിന്നെ എൻ്റെ പ്രോൺശാളന്മാരായിട്ടുള്ള സിസ്റ്റർ ജെസി മനയത്ത്, സിസ്റ്റർ അനിത തേവരോലിക്കൽ, കൗൺസിലേഴ്സ് എല്ലാവരും, എൻ്റെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, ഇപ്പോൾ ചേർപ്പങ്കൽ കമ്മ്യൂണിറ്റിയൊക്കെ വളരെ സപ്പോർട്ടാണ്. എൻ്റെ മദറൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു മ്യൂസിക് ലൈഫ് എന്ന് പറയുന്നത്. ശരിക്കും കർത്താവിന് ആവശ്യമായിട്ട് സംഗീതത്തിലേക്ക് കൊണ്ടുവന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ എപ്പോഴും മടിച്ചു നിന്നിട്ടേ ഉള്ളൂ. ഈശോ എപ്പോഴും ചെയ്യിപ്പിച്ച കാര്യങ്ങൾ മാത്രമേ എനിക്കുള്ളൂ. നമുക്കിനി രണ്ടാമത്തെ മാതാവിൻ്റെ പാട്ടിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. അതും നമ്മുടെ അച്ഛൻ്റെ ആണോ? അത് സുരലോകരാജ്ഞിയ മാതാവേ എന്ന പാട്ടാണ്. അത് എഴുതിയിരിക്കുന്നത് ക്ലിൻറ്റൺ തോമസ്, മ്യൂസിക് ചെയ്തിരിക്കുന്നത് കപ്പുച്ചിൻ സഭാംഗമായ ഫാദർ ജിനു മാന്തിയിൽ. അപ്പോൾ അച്ഛൻ്റെ കൂടെ ഓർഡിനേഷൻ ഒക്കെ പാടാൻ പോയിട്ടുണ്ട് ഞാൻ. അപ്പം അച്ഛൻ ഇങ്ങനെ ഈ പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത്, അച്ഛൻ റൂമിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വിശുദ്ധ പാദ്രെ പിയോയുടെ ചാപ്പലിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ ഒരു ലിറിക്സാണിത്. ആ പാട്ടൊന്ന് പാടാമോ സിസ്റ്റർ? തീർച്ചയായിട്ടും. വരദാനമേകുമിൻ സായോജ്യമേ
അനുഗ്രഹമേകൂ കൃപാദാനമരുളൂ സുതവത്സലയാം മറിയാമ്പികേ സ്വർഗീയ സായുജ്യമേകൂ. ആവേ 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 മരിയ. ആവേ 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 മരിയ. ഓമൽ സുതനീ താരാട്ടുമ്പോൾ നീ എന്നെ തോളിലേറ്റണം. ഓമൽ സുതനീ താരാട്ടുമ്പോൾ നീ എന്നെ തോളിലേറ്റണം. മധുമാരി ചുരിയും മൃദുവൃത്തടത്തിൽ അഭയമെന്നീകേടിനാഥേ. മധുമാരി ചുരിയും മൃദുവൃത്തടത്തിൽ അഭയമെന്നീകേടിനാഥേ. ആവേ 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 മരിയ. ആവേ 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 മരിയ. വചനം നിന്നിൽ ഫലമേകിയപ്പോൾ എന്നിലും വിളവേകിടാം. വചനം നിന്നിൽ ഫലമേകിയപ്പോൾ എന്നിലും വിളവേകിടാം. മാധ്യസ്ഥമേകൂ വഴികാട്ടി നൽകൂ അനുദിനം എൻ വിളക്കാകൂ. മാധ്യസ്ഥമേകൂ വഴികാട്ടി നൽകൂ അനുദിനം എൻ വിളക്കാകൂ. സുരലോകരാജ്ഞിയാം മാതാവേ വരദാനമേകുമെൻ സായുജ്യമേ. അനുഗ്രഹമേകൂ കൃപാദാനമരുളൂ സുതവത്സലയാം മറിയാമ്പികേ സ്വർഗീയ സായുജ്യമേകൂ. ആവേ 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 മരിയ. ആവേ 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 മരിയ. നല്ല ഭംഗിയുള്ള പാട്ട്, നല്ല അഭിഷേകമുള്ള പാട്ട്, നല്ല ഭംഗിയായിട്ട് പാടി. ഒത്തിരി നന്ദി സിസ്റ്ററെ ഞങ്ങൾക്ക് വേണ്ടി പാട്ട് പാടിയതിന്. സിസ്റ്ററിൻ്റെ വീട് എവിടെയാണ്, മാതാപിതാക്കൾ, പിന്നെ വീട്ടിലുള്ളവർ അവരെല്ലാം പാട്ടുകാരെങ്കിലും ഉണ്ടോ, ഒന്ന് പറയാമോ?
എൻ്റെ വീട് പാലാരൂപതയിലെ ഇളന്തോട്ടം എന്ന ഇടവകയിലാണ്. എൻ്റെ വീട്ടിൽ പപ്പ, അമ്മ, എനിക്കൊരു ചേച്ചിയുണ്ട്. ഞങ്ങൾ 2 പെൺപിള്ളേരാണ്. പപ്പായും അമ്മയും പാടുന്നവരാണ്. പിന്നെ ചേച്ചിയും പാടും. ഇപ്പോൾ ചേച്ചി കല്യാണമൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഞങ്ങൾ ചെറുപ്പം മുതലേ ഈ ഒരു പാട്ടിൻ്റെ ഒരു മേഖലയിലേക്ക് കടന്നത് തന്നെ വീട്ടിലെ കുടുംബ പ്രാർത്ഥനയിലൂടെയാണ്. ഞാൻ എപ്പോഴും എൻ്റെ പപ്പായും അമ്മയും എപ്പോഴും നന്ദിയോടെ ഓർക്കും. കാരണം അവർ രണ്ടുപേരും പാടുന്നവരാണ്. ഞങ്ങളെ പാടാൻ പഠിപ്പിച്ചതും അവർ തന്നെയാണ്. കുടുംബ പ്രാർത്ഥനയായിരുന്നു ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വേദി എന്ന് പറയുന്നത്. വീട്ടിലെ കുരിശ് വരച്ച് കഴിഞ്ഞുള്ള ഒരു ലോങ് ആയിട്ടുള്ള ഒരു സിംഗിങ് സെഷനാണ് അവിടെ. കുറേ പാട്ടുകൾ പാടും. അപ്പം അന്ന് മുതൽ ഇപ്പം കുറേ വർഷങ്ങളായിട്ട് ഞാൻ വീട്ടിലുണ്ടായിരുന്നപ്പോൾ മുതൽ, ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോഴും ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴും കുരിശ് വരച്ച് കഴിഞ്ഞ് പാടുന്ന പാട്ടാണ് നിത്യസഹായം മാതേ, സ്ഥിരമായിട്ട്. അപ്പോൾ വർഷങ്ങളായിട്ട് പപ്പായും അമ്മയും അത് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു മ്യൂസിക് ലൈഫിലേക്കുള്ളൊരു പടി എന്ന് പറയുന്നത് എൻ്റെ മാതാപിതാക്കളാണ്. കുടുംബ പ്രാർത്ഥനയാണ് അതിൻ്റെ ഒരു ബേസിക് ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. നമുക്ക് വേറൊരു ഗാനം മാതാവിൻ്റെ പാടിയാലോ? പാടാം. ഏത് പാട്ടാണ്? ഇനി അടുത്തത് പാടുന്നത് ബഹുമാനപ്പെട്ട തോമസ് പാട്ടത്തൽ ചിറയച്ചൻ. ഞാൻ എപ്പോഴും ഒത്തിരി സ്നേഹത്തോടെയും ആദരവോടെയും കാണുന്ന തോമസ് പാട്ടത്തൽ ചിറയച്ചൻ എഴുതി റോബിനച്ചൻ സംഗീതം നൽകിയ, ടീന ചേച്ചി പാടിയ പാകമായി മുന്തിരി. എനിക്ക് സത്യം പറഞ്ഞാൽ പാട്ട് പാടാൻ പേടിയാണ് ഇവിടെ. കാരണം അത്രയ്ക്ക് എനിക്ക് സാധിക്കുമോ എന്ന്. കാരണം നല്ല ടഫായിട്ടുള്ളൊരു പാട്ടാണ്. എനിക്ക് പറ്റൂല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. എങ്കിലും ഞാനത് പാടുകയാണ്. കാരണം അവർ രണ്ടുപേരും കാരണമാണ് ഞാൻ ഈ ഒരു വേദിയിലേക്ക് ഇരിക്കാൻ കാരണമായത്. കാരണം ഇഷ്ടമെന്ന പാട്ട് തോമസ് അച്ഛനും റോബിൻ അച്ഛനും കൂടിയാണ് എനിക്ക് തന്നത്. അങ്ങനെയാണ് പിന്നീട് പാട്ടുകളൊക്കെ കിട്ടിയത്. അപ്പം ഞാൻ എന്നും ഒരു നന്ദിയോടെ ഓർക്കുന്നു. എനിക്കിപ്പോഴും പാടാൻ പേടിയാണ്. തോമസ് അച്ഛനും റോബിൻ അച്ഛനും കേൾക്കുമ്പോൾ എന്താകും അവരുടെ അഭിപ്രായം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഞാൻ മാതാവിനോടുള്ളൊരു സ്നേഹത്തോടു കൂടി പാടുന്നു. നല്ല അഭിപ്രായമായിരിക്കും, ധൈര്യമായിട്ട് പാടിക്കും. തീർച്ചയായിട്ടും അവർ നല്ലതേ പറയുള്ളൂ. അതെ അതെ അതെ, നമുക്ക് പാട്ട് കേട്ടാം. തീർച്ചയായും. ചേർത്തു വളർത്തിയ മുത്തിനെ
പലസ്തീനായിലെ താഴ്വര തന്നിലാ. തച്ചനൗസേപ്പ് ദൈവഹിതമെന്നപ്പോൾ തൻ സഹധർമ്മിണി ആക്കിയ കന്യകേ. തച്ചനൗസേപ്പ് ദൈവഹിതമെന്നപ്പോൾ തൻ സഹധർമ്മിണി ആക്കിയ കന്യകേ. തണുതിടും ധനുമാസരാവിൽ തൊഴുത്തിനായി തമ്പുരാനീശോയ്ക്ക് ജന്മം കൊടുത്തവൾ. പുൽക്കൂട് തൊട്ടങ്ങ് കാൽവരിയോളവും പുത്രനു താങ്ങായി കൂടെ നടന്നവൾ. പാരിജാതമലരവളി മാലാഖമാം പാണികളിലേന്തി മേലെ പറന്നുപോയി. നാഗഭൂലോകങ്ങൾ ഒരുപോലെ റാണിയാം നാരിമണിയവൾ വാഴ്വോ സമംഗളം. നന്മ നിറഞ്ഞ മറിയമേ നിൻ പുകൾ നന്ദിയോടെ ഇവർ പാടുന്നു സാദരം. നന്മ നിറഞ്ഞ മറിയമേ നിൻ പുകൾ നന്ദിയോടെ ഇവർ പാടുന്നു സാദരം. വളരെ അഭിഷേകത്തോട് പാടി. തോമസ് അച്ഛനും Thank you, അച്ഛാ. റോബിനച്ഛനും നല്ലതേ പറയുള്ളൂ. താങ്ക് യു അച്ഛാ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പാട്ട് എനിക്ക് അതായത് നമ്മുടെ തോമസ് അച്ഛൻ്റെയും റോബിനച്ഛൻ്റെ ആകുമ്പോൾ എന്തെങ്കിലും പ്രത്യേകതകൾ കൂടുതൽ കാണും വരികൾക്കും സംഗീതത്തിനുമൊക്കെ. അതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും ഒത്തിരി ഏറെ വ്യത്യസ്തതയുള്ളൊരു ഗാനമാണിത്. ഈ ആൽബത്തിൻ്റെ പേര് മറിയം എന്നാണ്. വൃന്ദാവന സാരംഗി രാഗത്തിലുള്ള ഒരു ഗാനമാണ്. ഇതിൽ പരിശുദ്ധ അമ്മയുടെ ജനനം മുതൽ സ്വർഗാരോപണം വരെയുള്ള കാര്യങ്ങളാണ് വിവരിച്ചിരിക്കുന്നത്. ഒരു കവിതയുടെ ഒരു സംഗീത ആവിഷ്കരണമാണ് ഈ ഒരു ഗാനം. അപ്പോൾ മാതാവിൻ്റെ ജനനം മുതൽ സ്വർഗാരോപണം വരെ എഴുതി തയ്യാറാക്കിയാണ് തോമസ് അച്ഛൻ ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് പാടുമ്പോൾ തന്നെ നമുക്ക് തന്നെ വലിയൊരു അനുഗ്രഹമാണ് ലഭിക്കുകയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛൻ്റെ ഈ പാട്ടുകളൊക്കെ അനേകർക്ക് അഭിഷേകമായി തീരട്ടെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വേണ്ടി പ്രാർത്ഥിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു അച്ഛാ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകും നാഥനേ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകും നാഥനേ. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാന
ജ്ഞാനത്തിൻ പൂർണ്ണതയും പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകും നാഥനെ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകും നാഥനെ. അച്ഛാ വളരെ ദൈവാനുഭവത്തോടു കൂടി ഞങ്ങൾക്ക് ഈ പാട്ട് കേൾക്കുവാൻ സാധിച്ചു. അച്ഛൻ പാടിയപ്പോൾ ശരിക്കും എന്താ പറയുക, ഈശോയുടെ ആ ഒരു സാന്നിധ്യം ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. എനിക്ക് തോന്നിയപ്പോൾ നമ്മൾ ഒരുപാട് വൈദികരും സമർപ്പിതരൊക്കെ പാട്ട് പാടി ഇപ്പം ഒരുപാട് വൈറലാകുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഈശോ തന്നെ അത് ചെയ്യുന്നതായിട്ട് തോന്നുന്നു. കാരണം ഈശോയ്ക്ക് വേണ്ടി പാടുന്നവരാണ് നമ്മളെല്ലാവരും. ഈശോയ്ക്ക് വേണ്ടി ഈശോയുടെ വൈദികരും സമർപ്പിതരും ഇറങ്ങുമ്പോൾ ഈശോയ്ക്ക് ഒരുപാട് മഹത്വം കിട്ടും. അപ്പം അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഈശോ ഒരുക്കിയ ഒരു ശബ്ദമാണ് അച്ഛൻ്റേതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ മനോഹരമായിട്ട് പാടി അച്ഛ, നന്നായിരിക്കുന്നു. താങ്ക് യു. അപ്പോൾ സിസ്റ്ററെ ഒത്തിരി നന്ദി. പ്രത്യേകിച്ച് ഈ എപ്പിസോഡിൽ പരിശുദ്ധ അമ്മയുടെ പാട്ടുകൾ ഏറെ മനോഹരമായിട്ട് പാടി ഞങ്ങളെല്ലാം പരിശുദ്ധ അമ്മ വഴിയായിട്ട് പ്രാർത്ഥിക്കുവാൻ, മെഡമാദിസ് വഴി പ്രാർത്ഥിക്കാനായിട്ട് വരുത്തിയതിന് ഈ ഒരു സാന്നിധ്യത്തിന് ഒത്തിരി നന്ദി. ഹെവൻലി മെലോഡിയസ് ഇവിടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ പുതിയ പാട്ടുകളുമായും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം. ആഴമാർന്ന നിന്മഹത്യാഗത്തെ ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. ആഴമാർന്ന നിന്മഹത്യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകും നാഥനെ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി